നമസ്കാരം, STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പിതൃക്കളുടെ ആത്മശാന്തിക്കായി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. ദേശീയപാതയിൽ കയ്പമംഗലത്തെ ലോറികൾ കൂട്ടിയിടിച്ച് പാർസൽ ലോറി മറിഞ്ഞു. പെരിങ്ങോട്ടുകരയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് വൈദ്യുതി പോസ്റ്റും മതിലും തകർന്നു. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കൺവെൻഷൻ KP ധനപാലൻ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പിതൃക്കളുടെ ആത്മശാന്തിക്കായി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. കർക്കിടക മാസത്തിലെ അമാവാസി ദിനത്തിലാണ് ഉറ്റവരുടെ സ്മരണയ്ക്കായി ബലിതർപ്പണം നടത്തുന്നത്. ശനിയാഴ്ച പുലർച്ചെ മുതൽ വഞ്ചിപ്പുര കടപ്പുറത്ത് നടന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ജിജീഷ് ശാന്തി, ലിബിദാസ് ശാന്തി എന്നിവർ നേതൃത്വം നൽകി. സർവേ മാതൃമാകോടീനാം പൂജാം സമർപ്പയാമി സാക്ഷാദമി അന്യദാശരണം നാസ്തിമേ മാർഗപ്രണേത. കാര വാക്കടപ്പുറത്ത് നടന്ന വാവുബലി കർമ്മങ്ങൾക്ക് രാജുശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സാഗരതീരെ ദീർഘത്തിലതർപ്പണ പിണ്ഡപൂജാം മാതൃ ഉത്സന്നകുലഗോ മുഖ്യപാത്രത്തിലുള്ളത് വിശ്വബ്രഹ്മ പ്രാർത്ഥനാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്പയാർ ക്ഷേത്രക്കടവിലും കിഴക്കേക്കടവിലും പിതൃതർപ്പണം നടന്നു. നിരവധി ഭക്തർ ബലിതർപ്പണത്തിൽ പങ്കെടുത്തു. ആചാര്യ ജയരാജ്, ആചാര്യ രാമചന്ദ്രൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നഷ്ട ആമയം എന്നൊക്കെ രോഗം, അനർത്ഥങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രേതം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പ്രകർഷേണ ഗതം വന്നതാണ് പ്രേതം. പ്രേതത്തിനെ കാണാത്തതായ ആരും നമ്മളിൽ ഇല്ലാന്നർത്ഥം. അത് മരിച്ചു കിടക്കുന്നതായ ആ ബോഡിയാണ് യഥാർത്ഥത്തിൽ പ്രേതം. അല്ലാണ്ട് സീരിയലിലോ സിനിമയിലോ കാണുന്ന വെള്ളക്കാരിയെ കൊടുത്തിട്ട് ആ ദ്രംഷ്ട്രക്കായി പുകയിൽ നിന്ന് വരുന്നതല്ല പ്രേതം. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങൾ അവാർഡ് ദാനവും ഭാഷാ അനുസ്മരണവും സംഘടിപ്പിച്ചു. മൂന്നുപീടിക വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ സെക്രട്ടറി CH അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. നിർണായകമായ വിപ്ലവങ്ങളുടെ, പോരാട്ടങ്ങളുടെ, പ്രതിസന്ധികളുടെ ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങളെ മറികടന്നുകൊണ്ടാണ് ഓരോ സമൂഹവും അതിന്റെ നാഗരികമായ തലങ്ങളിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും ഈ ഒരു വളർച്ചയുടെ ഘട്ടം നമുക്ക് കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അത് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ കേരളത്തിന്റെ പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടേതോ മാത്രമായിട്ടല്ല, കേരളത്തിന്റെ പരിഷ്കരണ പരിശ്രമങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന ഒരു ദരിദ്രാവസ്ഥയുണ്ട്. അത് സാമ്പത്തികമായി മാത്രമല്ല, സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി, സാമൂഹ്യമായി ഒക്കെ ആ ജനത അനുഭവിക്കുന്ന ദരിദ്രമായ ചുറ്റുപാടുണ്ട്. എന്നാൽ താരതമ്യേന കേരളം അതിനെയൊക്കെ മറികടന്ന് കേരളത്തിലെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾ താരതമ്യേന മുന്നോട്ട് വരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
യൂത്ത് ലീഗ് കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KM നിഷാദ് അധ്യക്ഷത വഹിച്ചു. ഖത്തർ KMCC തൃശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി PA നജമുദ്ദീൻ, KB ഹംസ, KK സക്കരിയ, TK ഉബൈദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കൈക്കൂലിക്കാരനായ എടത്തിരുത്തി പഞ്ചായത്ത് സെക്രട്ടറിയെ സ്ഥലം മാറ്റണമെന്ന് BJP എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. രാജേഷ് കോവിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പോണത്ത് ബാബു, PK വിജയൻ, ധന്യ രാജേഷ്, ജ്യോതിബാസ് തേവർക്കാട്ടിൽ, KR സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. DYFI വാടാനപ്പള്ളി പഞ്ചായത്ത് സമ്മേളനം തൃത്തല്ലൂർ UP സ്കൂളിൽ നടന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KR വിജയ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള യുവജന പ്രസ്ഥാനങ്ങൾ ഒരു അഖിലേന്ത്യാ രൂപം ഉണ്ടാകണമെന്ന ആഗ്രഹത്താൽ ചിട്ടയായിട്ടുള്ള ഒരു ഭരണഘടനയുടെയും പരിപാടിയുടെയും അടിസ്ഥാനത്തിൽ 1980 പഞ്ചാബിൽ വെച്ചാണ് ഈ സംഘടന രൂപം കൊള്ളുന്നത്. ഇതിന്റെ 80-ൽ തുടങ്ങി 2011 ആകുമ്പോൾ ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത് പോരാട്ടങ്ങളുടെ ചരിത്രമാണ്. ആ പോരാട്ടങ്ങളുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ എതിരാളിയായി ഈ പ്രസ്ഥാനം കാണുന്നത് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് നിലനിൽക്കുന്ന സാമ്രാജ്യത്വ ശക്തികളെയാണ്. 1947-ൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അണിനിരന്നിട്ടുള്ള ആളുകളുടെ അതിന്റെ വയസ്സ് പരിശോധിച്ചു നോക്കുന്നു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ അതിന്റെ പോരാട്ട പ്രവർത്തനങ്ങളിൽ അതിന്റെ പങ്കാളികളായിട്ടുള്ളവരുടെ വയസ്സ് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആ സമരത്തിൽ പങ്കാളികളായത് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ യുവാക്കളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. VA ഷാജുദ്ദീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KC പ്രസാദ്, KA വിശ്വംഭരൻ മാസ്റ്റർ, PV രവീന്ദ്രൻ മാസ്റ്റർ, VK ജ്യോതിപ്രകാശ്, KS ഷനിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. കയ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് MSM യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അഹ്ലൻ റമദാൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഫഹ്ലുൽ ഹക്കുമരി ക്ലാസ് എടുത്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PK അബ്ദുൾ റസാഖ് സുല്ലമി അധ്യക്ഷത വഹിച്ചു. PK മുഹമ്മദ്, അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ, ഹംസ മദിനി, അബ്ദുസമദ് മദിനി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത 17-ൽ കയ്പമംഗലം ബോർഡിന് സമീപം ലോറികൾ കൂട്ടിയിടിച്ച് പാർസൽ ലോറി മറിഞ്ഞു. ശനിയാഴ്ച പുലർച്ചെ 5:30 കൊടുങ്ങല്ലൂരിലേക്ക് നേന്ത്രക്കായ് കയറ്റി വരികയായിരുന്ന ലോറിയും എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന പാർസൽ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി റോഡിൽ ചിതറി വീണ കായകൾ വെള്ളം പമ്പ് ചെയ്ത് നീക്കിയ ശേഷം മറിഞ്ഞ പാർസൽ ലോറി നീക്കം ചെയ്ത ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പെരിങ്ങോട്ടുകരയിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഇടിച്ച് വൈദ്യുതി പോസ്റ്റും സ്വകാര്യ വ്യക്തിയുടെ മതിലും തകർന്നു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പെരിങ്ങോട്ടുകര സ്വദേശി യാർത്തിങ്കൽ ഷെരീഫിന്റെ കാറാണ് ശനിയാഴ്ച പുലർച്ചെ പെരിങ്ങോട്ടുകര പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പ്രദേശത്തെ കേബിൾ TV ബന്ധം തകരാറിലായി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തകഴി ജന്മശതാബ്ദിയുടെ ഭാഗമായി പുരോഗമന കലാസാഹിത്യ സംഘം നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച സെമിനാർ സംഘടിപ്പിക്കും. കവി C രാവുണ്ണി, പ്രിയനന്ദനൻ, PV പ്രകാശ് ബാബു, KR ഷാജി, KU അരുണൻ, KV പീതാംബരൻ, TA ഉഷാകുമാരി, TR ഹാരി തുടങ്ങിയവർ പ്രസംഗിക്കും. നാടൻപാട്ട് റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തയായ ഭവ്യശ്രീയെ ചടങ്ങിൽ ആദരിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.